പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ആരാധനാ ദിവസം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി 103 സങ്കീർത്തനം 1-2 വാക്യം വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സ്തോത്രം. ഇതൊരു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഒത്തിരി വർഷങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം എവിടെ ആയിരുന്നവരാണ്, സ്തോത്രം, എങ്ങനെ നടക്കേണ്ടവരാണ്. പക്ഷേ ഇപ്പോൾ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾ, സ്തോത്രം, പലപ്പോഴും നാം പറയാറുണ്ട്, നാം മുഖാന്തരമാണ്, ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന്. പക്ഷേ അതല്ല, നമ്മുടെ അഹങ്കാരമോ നിഗളമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം ഇതുവരെ എത്തിയെന്ന് നമുക്ക് പറഞ്ഞ് ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ചെയ്യാൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ മനസ്സെ യഹോവയെ വാഴ്ത്തുക. സ്തോത്രം. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് ചെയ്ത വലുതും ചെറുതുമായ അനേക ഉപകാരങ്ങളുണ്ട്. സ്തോത്രം. നാം പലപ്പോഴും പ്രാർത്ഥിച്ചു നേടിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ ദൈവത്താൽ നമ്മിൽ വന്നു ഭവിച്ച അനേക അനുഗ്രഹങ്ങളുണ്ട്, സമൃദ്ധിയുടെ അനുഭവങ്ങളുണ്ട്. സ്തോത്രം. നാം ഇപ്പോൾ ജീവനോടെ ആയിരിക്കുന്നത്, സ്തോത്രം, രോഗത്താലും ക്ഷീണത്താലും പലരും അഭയം പ്രാപിച്ച് ഹോസ്പിറ്റലിലെല്ലാം അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അനങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരണയാൽ മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രം എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അനേകരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ കാലഘട്ടത്തിൽ നമ്മെ ഇത്രത്തോളം ദൈവം കാത്തുപരിപാലിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് അത് മറക്കാതെ ദൈവസന്നിധിയിൽ സ്തുതിക്കുന്നവരായി തീരണം. എത്ര തിരക്കായിരുന്നാലും, എത്ര കഠിന അധ്വാനം ചെയ്യുന്നവരായിരുന്നാലും, ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ വാഴ്ത്തുവാൻ, സ്തോത്രം, സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൈവം ആർദ്രതയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം പാപത്തെ മോചിക്കുന്നവനായ ദൈവമാണ്. ലോക രക്ഷകനായ ദൈവം, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച ദൈവം, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, അൽഫയും ഒമേഗയുമായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത ആർക്കൊക്കെ ദൈവസന്നിധിയിൽ വാഴ്ത്തുവാൻ സാധിക്കും, ആർക്കൊക്കെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു വ്യക്തിയുടെ പ്രേരണയാലല്ല, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ആരൊക്കെ അടുത്തു വരുന്നോ അവരുടെ വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാല ചില ദൈവ പ്രവൃത്തികൾ നടക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തായിരിക്കും, ഈ ദുഷ്ടലോകത്ത് നാം ആയിരിക്കുമ്പോൾ പല പ്രതികൂലങ്ങൾ, പല വേദനാജനകമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവെ, നമ്മെ മറയ്ക്കുവാൻ നമുക്കൊരു ആശ്വാസമായിട്ട്, നമുക്കൊരു മറവിടമായിട്ട് ഒരു വ്യക്തി ഇല്ലല്ലോ എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ മൂടി മറയ്ക്കുന്നത് കൊണ്ടാണ് നീ ഇന്ന് ഉണർന്നിരുന്ന് ദൈവത്തെ ഘോഷിക്കുന്നത്. സ്തോത്ര. കർത്താവ് നമ്മെ താങ്ങിയിരിക്കിയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആർക്കൊക്കെ സ്തോത്രം ചെയ്യുവാൻ സാധിക്കും, മനസ്സോടെ ദൈവത്തെ വാഴ്ത്തുവാൻ ആർക്കൊക്കെ സാധിക്കും, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ ആർക്കും അടങ്ങിയിരിക്കുവാൻ സാധിക്കത്തില്ല കേട്ടോ. ദൈവസന്നിധിയിൽ നാം ആരോഗ്യത്തോടെ, ബലത്തോടെ ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ ചില ദൈവപ്രവൃത്തികൾ നേടിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ
ദൈവത്തെ സ്തുതിക്കലോ ദൈവത്തെ പുകഴ്ത്തലോ ദൈവത്തെ വാഴ്ത്തുവാനും ഒക്കെ സമയമില്ലാതിരിക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും നാം ഉപജീവനമാർഗങ്ങളിൽ കുടുങ്ങിപ്പോയി ഹല്ലേലൂയ കഠിനാധ്വാനം ചെയ്തോ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ കൊണ്ടും സ്തോത്രം മാനസികമായി ചഞ്ചലിച്ചുകൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും പല ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുമ്പോൾ പലതിനാലും ഭാരപ്പെട്ട് ഹല്ലേലൂയ പല സമയങ്ങൾ ഹല്ലേലൂയ ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് പോയിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന തക്ക സമയത്ത് ഹല്ലേലൂയ ഉയർത്തുവാൻ കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ചെയ്ത നന്മകള് കർത്താവ് ചെയ്ത ഉപകാരങ്ങള് ഇന്ന് പകൽക്കാലം നീ ഹല്ലേലൂയ അതിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ, അതിനെ ഓർത്ത് ഹല്ലേലൂയ സ്തുതിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നില്ലേ, ഇത്രത്തോളം ദൈവം നടത്തിയില്ലേ. ഹല്ലേലൂയ വലിയ രോഗങ്ങളാണ്, പേര് പോലും ഹല്ലേലൂയ പുതിയതായി കണ്ടുപിടിക്കുന്ന അനേക രോഗങ്ങളാണ്. ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ രാജ്യങ്ങളിൽ കർത്താവ് പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ നീ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ, ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തു വന്നേ. ഒത്തിരി കാര്യങ്ങൾ നാം ഒരു ദിവസം നാം പറഞ്ഞു തീർക്കാറുണ്ട്, പക്ഷേ ദൈവത്തോട് നീ എത്ര സ്തുതി കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ ഏകാഗ്രതയായിട്ട് ഇരുന്നിട്ട് ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവിനെ എനിക്ക് സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിനെ വാഴ്ത്തുവാൻ സാധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആരൊക്കെയാണ് ഹല്ലേലൂയ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.